है सारी राहों में तेरी है खुशबू ഇന്നൊരു സ്പെഷ്യലിസ്റ്റ് ഡേ ആണ്. എൻ്റെ ബർത്ത്ഡേ ആണ് ഗായ്സ്. ഐ ആം ടേണിംഗ് 16. ഞാനിപ്പം എണീറ്റപ്പോൾ തന്നെ എനിക്ക് ദിയമോള് ഗിഫ്റ്റ് തന്നിരുന്നു. അപ്പം ഞാൻ ഫ്രഷായി ഒരുങ്ങി നിൽക്കുകയാണ് ഗൈസ്. ഇതല്ല കേട്ടോ ബർത്ത്ഡേ ഡ്രസ്സ്. ഞങ്ങൾ ജസ്റ്റ് ഇപ്പം കോഴിക്കോട് പോവാണ്. നമ്മൾ ഇവിടെ അല്ല ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണത്, നമ്മൾ കോഴിക്കോടാണ്. ചെറിയ രീതിയിൽ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. സോ ഞാനാണ് പറഞ്ഞത് ഇവിടെ വേണ്ട, നമുക്ക് പുറത്ത് എവിടെയെങ്കിലും ആക്കാന്ന്. അപ്പോൾ പറഞ്ഞു നമുക്ക് കോഴിക്കോട് പോവാറുന്നു. അങ്ങനെ പോവാണ് ഗൈസ്. പിന്നെ അവിടെ നിന്ന് അവിടെ സ്റ്റേ ആണ്. ദിയമോള് സ്കൂളിലാണ്. ദിയമോളെ നമ്മൾ പിക്ക് ചെയ്തിട്ട് ആ വഴി അങ്ങനെയാണ് പോണത്. സോ നമുക്ക് നേരെ എവിടെയിലേക്ക് പോവാം. പെട്ടി ചെറിയ പെട്ടിയാണ്, ദിയമോളെ പെട്ടിയാണ് കൊണ്ടുപോകണത്. കാരണം നാളെ ഞങ്ങൾ വരും. അപ്പം അത് ഉള്ളിലെടുത്ത് വെച്ചു. പിന്നെ ആ ഷൂസാണ് ഇട്ടേക്കണത്, സാധാ ചെരുപ്പും. ദിയമോള് ചെരുപ്പെടുത്തോ? ദിയമോള് ഷൂ എടുത്ത് ദിയമോള് ചെരുപ്പെടുക്കും. ദിയമോള് സ്കൂൾ ഷൂ അല്ലേ ഇട്ടേക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ദിയമോളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം എന്താണെന്നറിയാം, ഇപ്രാവശ്യം ദേവു നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു കേട്ടോ. എല്ലാ സാധാരണ പ്രാവശ്യം ഞങ്ങൾ വീട്ടിൽ എട്ടയും എന്തെങ്കിലും വാങ്ങി കൊടുക്കും, അങ്ങനെയുള്ള ഇതാണ് സാധാരണ ആഘോഷം. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്രാവശ്യം ദേവു ഇപ്രാവശ്യം ഓളെ ഇഷ്ടത്തിന് എന്ന് വെച്ചാൽ പുറത്തോട്ട് പോവാ. രാവിലെ മുതലാണ് പറഞ്ഞത് ദേവു. രാവിലെ ഒരു പൊറോട്ടയും കഴിച്ച് ഇറങ്ങുക, എന്നിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോവുക, രാത്രി ഒരു സിനിമ ആണ്, അതൊക്കെയാണ് ദേവു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് അതുകൊണ്ടാണ് പ്രാവശ്യം. അതെ അതെ, ഇന്ന് ദേവുവിന്റെ ഡേ ആണ്. അപ്പം ഇവര് പറഞ്ഞ മാതിരി തന്നെ അതാണ് ഞാൻ വിചാരിച്ചേക്കണത്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോവാ, ഫുഡ് കഴിക്കുക, പിന്നെ ലാസ്റ്റ് നമ്മള് ആ ദിവസമാണ് എൻഡ് ആവുന്ന ടൈമിൽ ഏതെങ്കിലും ഒരു സിനിമ ആണ് തിയേറ്ററിൽ പോയിട്ട്. സിനിമ ദുരന്തറുണ്ട്. ദുരന്തർ 1 ദേവ് കണ്ടിട്ടില്ല. 1 ഞാൻ കണ്ടിട്ടില്ല. 1 പക്ഷെ 1ന്റെ കഥ എനിക്കറിയാം, കണ്ടിട്ടില്ല. പാട്ടാണ്, പക്ഷെ ദുരന്തറിലാണ് ഇത് രണ്ടാമത് റീമിക്സ് ആയി വന്നത്. ഏറ്റവും ബർത്ത്ഡേ ആഘോഷിക്കാൻ തൊട്ടടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം കോഴിക്കോടാണ്. പിന്നെ എറണാകുളത്തേക്കൊക്കെ പോയി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റന്നാൾ വീണ്ടും നമുക്ക് പരീക്ഷ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് ഇന്നും നാളെ നമുക്ക് എക്സാം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്നലെ രാത്രിയെ പോകുമായിരുന്നു, എന്തായാലും ഒറ്റമേന്റ് പോയിരുന്നു. അങ്ങനെയാണ് ദേവ് അങ്ങോട്ടാ പറഞ്ഞത്. അന്ന് എന്നോട് കുട്ടിയാ പറഞ്ഞിരുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ കുറെ ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ സ്കൂളിലോട്ട് പോവാണ്. കുറെ വിട്ടുട്ടോ, സ്കൂൾ വിട്ടിട്ടുണ്ട്, കുറെ കുട്ടികൾ പോകുന്നുണ്ട്. സാധാരണ ദേവുവിനെ കൊണ്ടുവരാൻ വേണ്ടിട്ടാ ഞങ്ങള് പോവാറ്. ദേവുവിന്റെ അനിയത്തിനെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു. ബസ് പോയോ ദേവുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടാല്ലേ കേറി. ദിയമോള് കേറി. ദേവുവിന്റെ ഫ്രണ്ടാണ് കേട്ടോ, ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇവിടെ കാണാൻ വേണ്ടിയിട്ടാണ് കൂടിയാണ് ദേവ് ഇങ്ങോട്ട് പോകുന്നത്. ഇത് ദിയമോളെ ഫ്രണ്ട്സ് കേട്ടോ. അവളെ എങ്ങനെയുണ്ടായിരുന്നു ഹിന്ദി എക്സാം? ഈസി ആയിരുന്നു. പഠിച്ചൊക്കെ തന്നെ വന്നേ? എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും കിട്ടിയോ? എല്ലാത്തിനും കിട്ടിയോ? മാച്ച് ദി ഫോളോയിങ് ഒക്കെ ഉണ്ടായിരുന്നോ? എന്ത് ഞാന് പോയി ലാസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നില്ലേ, അപ്പം പോവാ കുറച്ച് പറഞ്ഞ കാരണം നീത്ത കോഴിക്കുട്ടിക്ക് നേരെ കോഴിക്കുട്ടിക്കാണ്. അതെ, കുഞ്ഞിന്റെ ഡ്രസ് മാറണ്ടേ? എവിടുന്ന് മാറും? ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. താങ്ക് യു. രാവിലെ കുഞ്ഞ
നീയാണ് വിഷ് ചെയ്തതും ഗിഫ്റ്റ് കൊടുത്തതൊക്കെ അല്ലേ? എങ്ങനെ ഉണ്ടോ എന്റെ ഗിഫ്റ്റ്? പൊട്ടിച്ചോ? അപ്പൊ തന്നെ പൊട്ടിച്ചില്ലേ? അല്ലതല്ല, മറ്റേ സ്റ്റിക്കി നോട്ടത്ത് അടുത്ത വിഷ് ദേവുവിന്റെ അടുത്ത വിഷ് ഞാൻ പറയാൻ പോവാണ് ഗൈസ്. അടുത്ത വിഷ് അറിയണത് ഒരു മന്തി അൽഫാമും കഴിക്കാം. നല്ല മന്തിയും പെരിപെരിയും അതാണ് വേണ്ടത്. മന്തിയും പെരിപെരിയും. നമ്മുടെ അന്നത്തെ വീഡിയോ എന്താ അറിയോ? സേം ഉള്ളി യെസ്. ചേച്ചി എന്ത് പറഞ്ഞാലും യെസ് എന്ന് പറയാം. നടത്തി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഫ്രണ്ട്സ്, എന്റെ ബർത്ത്ഡേക്കും എനിക്ക് ഇങ്ങനെ വേണം. എന്ത് പറഞ്ഞാലും പപ്പയമ്മ യെസ് പറയണം. മോളെ യെസ് പറഞ്ഞാൽ മുതലാവൂല ഫ്രണ്ട്സ്. മുതലാവൂല. എന്റെ ബർത്ത്ഡേ എറണാകുളത്താണ്. ആണോ? അന്ന് സ്കൂളുള്ള ദിവസം, സ്കൂള് തുറക്കണ സമയമാണ്. അപ്പൊ എക്സാം ഒന്നും ഇല്ല. ആ ഉണ്ടോ? ഹോമിക്ക് എത്തിയിട്ടില്ല ഞങ്ങള്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ കഴിക്കാൻ പോവാണ്. പുതിയൊരു സാധനം ട്രൈ ചെയ്യാൻ പോവാണ്. ചൈന കബാബ്. മറ്റേ വേണം എടുത്തോ. കബാബ് ചിക്കൻ ലോലിപോപ്പ്. കോഴിക്കോട്. ആ മീൻ കുഞ്ഞ് കഴിച്ചിട്ടുണ്ടോ? ഒന്ന് മറ്റേ നാട്ടിൽ പോകാൻ കഴിച്ചില്ല. ജീരകം വേണ്ടേന്നില്ല. എനിക്ക് ജീരകം വേണം. ആണോ? മിഠായി വേണ്ട. പുട്ടിങ്ങമ്മ. ഇത് ഇളനീരോ? പോയിട്ടുണ്ട് എന്തായാലും. എന്റെ ഡ്രസ്സ് ഇട്ടുകളൊക്കെ പക്ഷെ രസത്തിന്റെ ഭാഗമാണ്. എന്റെ ബോഡിക്കോൺ പാവാടയാണ്, സ്കേർട്ടാണത്. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തിയിരിക്കുന്നു. നടന്നു പോയിട്ടുണ്ടല്ലേ ബീച്ചിക്ക്? ഇതാണ് ശരിക്കും ബീച്ചിലെ. ഇവിടുന്ന് ഇങ്ങനെ അവിടുന്ന് അങ്ങോട്ട് കോഴിക്കോട് ബീച്ച് ഇറങ്ങാൻ അടുത്ത ജംഗ്ഷനാണ്. അങ്ങോട്ട് ബീച്ചില് ബീച്ചാണെങ്കിലും തിരക്കുണ്ടോ സമയത്ത് പോകാൻ പറ്റില്ല. തോണിയൊക്കെ പോകണം. സൈഡിലൊക്കെ ബീച്ചിന്റെ തൊട്ട് ഓപ്പോസിറ്റില്ലേ? ബീച്ചിന്റെ തൊട്ട് ഓപ്പോസിറ്റ് സർപ്രൈസ് കൊടുത്താണ്. ബീച്ചിന് തൊട്ടടുത്താണ്. അറിയില്ലായിരുന്നു. തൊട്ടടുത്താണ്. റോഡ് ക്രോസ് ചെയ്ത് എന്താ അറിയോ, അവിടെ കുറച്ച് നടക്കാനുള്ളൂ. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഹോട്ടലിൽ അത്ര കുറച്ച് നടക്കാണ്ട് തൊട്ടിപ്പുറത്തൊക്കെ ആയിട്ട് മീൻസ് കഴിഞ്ഞ പ്രാവശ്യം താമസിച്ച ഹോട്ടലിൽ തൊട്ടിപ്പുറത്തൊക്കെ ആയിട്ടായിരിക്കുന്ന വിചാരിച്ചത്. പക്ഷെ ബീച്ചിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് സ്റ്റേ ചെയ്യണത്.
ഇറങ്ങ്. ചൂടെടുക്കുന്നുണ്ട്. ആയിക്കോട്ടെ, അതിനെന്താ. എങ്ങട്ടാ? പപ്പ ചെക്ക് ഇൻ ചെയ്യാൻ പോയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞ എനിക്കറിയില്ല എന്നിട്ടോ ഇവിടെയാണ് എന്നുള്ളത്. പപ്പ പറയുമ്പോ ഒരാൾക്കുള്ള സർപ്രൈസ് എല്ലാരും സർപ്രൈസ് ആക്കും. അതെ അതെ, അത് സത്യം. ശരിക്കും ദേവുനാണ് സർപ്രൈസ് ആക്കേണ്ടത്, പക്ഷെ വീട്ടിലുള്ളവരെ മൊത്തം സർപ്രൈസ് ആക്കും. എനിക്കറിയില്ലായിരുന്നു ഇങ്ങോട്ടാ. എന്തൊക്കെയോ പ്ലാനുള്ള പക്ഷെ ആരോട് പറയില്ലത്. അതെ ഫ്രണ്ട്സ്, അപ്പം പപ്പ വിളിക്കുന്നുണ്ട് നമ്മളെ. ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. ദിയമോണ്ടല്ലോ ഇങ്ങോട്ട് ഞാൻ നടന്നോണ്ട് പറയാം. രാവിലെ എണീറ്റപ്പോഴേ എണീറ്റ് കഴിഞ്ഞ് ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ എന്തോ അവളോട് പറഞ്ഞു കേട്ടോ. എനിക്ക് എന്താ അറിയില്ല, ഞാൻ പറഞ്ഞ ഓർമ്മല്ല. എന്തോ പറഞ്ഞു കേട്ടോ. അതിലോള് എന്താ ചേച്ചിന്റെ ബർത്ത്ഡേ ഒക്കെയാണ്, പക്ഷെ ഒന്നും പറയിപ്പിക്കരുത്, നോളാവുണ്ട ചേച്ചി. അങ്ങനെ നോളാ നമുക്ക് ഒറ്റയ്ക്ക് വലിച്ചുകൊണ്ട് കിടക്കാം. കുസുമോ കണ്ട കടലകൾ പോലെ പോലെ പൊട്ടേ പൊട്ടേ. വെറുതെ പോയിട്ടാ ചാനലൊന്ന് തുറന്നു നോക്കും. ബീച്ച് വ്യൂ. അതെ, ബീച്ച് വ്യൂ ഉള്ള റസായത് പൊട്ടിരിക്കും. നിങ്ങൾ അയ്യോ ബീച്ച്. ഡാഡി ഫ്രണ്ട്സ്, ഞങ്ങള് ഇവിടെ കിടന്നുകൊണ്ട് കടല് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നല്ല രസം. ബെഡ്റൂമിലാണ് ഇതൊക്കെ സ്വപ്നങ്ങളിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലേ? നമ്മൾ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ ഇതിന്റെ തൊട്ടടുത്ത് വരെയുള്ള ഹോട്ടലിൽ വന്ന് നിന്നിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ആദ്യമായിട്ടാണ്. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ റെഡിയായി. ഇതാണ് എന്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. ഹൗസ് സെറ്റ്. ഇത് നിങ്ങള് ബർത്ത്ഡേ ഷോപ്പിങ്ങിന്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ബർത്ത്ഡേ പർച്ചേസിങ്ങിന്റെ വീഡിയോയില്. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. കേക്ക് വാങ്ങാനുള്ള സ്ഥലത്ത് പോവാണ് ഇനി, കേക്കിന്റെ ഷോപ്പില്. ഞാൻ റെഡിയായി. ഞാൻ ബർത്ത്ഡേ ഗേളൊന്നുമല്ല, എന്നാലും ഞാൻ റെഡി. പോയാലോ? ഇങ്ങോട്ടാ നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ അവിടെ കഫേൻ്റെ അടുത്ത് കേക്കിൻ്റെ ഒരു സംഭവം ഞാൻ വിളിച്ച് ചോദിച്ചിരുന്നു. കേക്ക് നല്ല കേക്കൊക്കെ അവൈലബിൾ ആണോ? മേടിച്ചിട്ട് ബീച്ചിൽ പോവാനാ? അല്ല, ബീച്ച് പോയി കട്ട് ചെയ്യാൻ എത്രത്തോളം നടക്കും എനിക്കറിയില്ല. അവിടെ കട്ട് ചെയ്യാൻ അവിടെ പറ്റണെങ്കിൽ കടന്ന് കട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. എന്താ മോളെ? നല്ല രസമുണ്ടല്ലേ? ബൾബ് പോലെ ഉണ്ട്. കൂടെ കഴിയുന്ന ഭയങ്കര രസമാണ്. ആണോ?
മാറ്റി വിളിച്ചിട്ടുണ്ട് ദേവ പപ്പ. അവിടെ പോയല്ലോ. പോവല്ലേ? Sunlight, all the earth she'll gaze upon. When you wake while you lie sleeping, when the working day is done. Through the windy, wild and barren, over mountain pass once more, I would sail the wide blue ocean if it would land me on your shore. ഞാനത് പ്രതീക്ഷിച്ചില്ല. ഞാൻ ജസ്റ്റ് കേക്ക് ഇവിടുന്ന് വാങ്ങണേന്ന് മാത്രം അറിയണ്ടേന്നുള്ളൂ. അതെങ്ങനെ ചട്ടപ്പിക്ക് അറിയില്ല. ആരോടും പറഞ്ഞിട്ടില്ല. ഇവിടെ നമുക്ക് ഇവിടെ കയറിയാൽ നമ്മൾ മനസ്സിലായി. വേറെ നമുക്ക് അറിയില്ല. Weary eyes come look upon her, leave your troubles at her feet. Guys, അപ്പം ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. Happy birthday to you. Happy birthday to you. दूर रह के तू बताए कैसे मेरे दिल में बसा है, सारी राहों में तेरी है खुशबू. हाय कैसे मैं गुजारूं रातें लंबी ये बड़ी है, बेचैनियों में दबी है. ഞാൻ ഉള്ളിനുള്ളിൽ വിചാരിച്ചിരുന്നു ഇങ്ങനെ ഉണ്ടായി മതിയെന്നു എന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ ഞാൻ ദേവസൈഡിൽ പോയിട്ട് കല്യാണം വിചാരിച്ചിരുന്നു. പക്ഷെ ദൈവം മനസ്സിൽ കണ്ടപ്പോൾ പപ്പ മനസ്സ് വന്നു. അതാണ് പപ്പ. ഞാൻ അവിടെ ഞാൻ അങ്ങോട്ടാ പോകുന്നത്. അവിടെ ലൈറ്റ് ഉണ്ടല്ലോ. ശരി, ഓക്കെ. പിന്നെ ആ പപ്പ ഞാൻ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ബലൂണൊക്കെ കാണാം. അപ്പം ഞാൻ വിചാരിച്ചെന്ന് അവർക്ക് മനസ്സിലായി കാണുന്നു. അത് പക്ഷേ ഞാൻ തിരിച്ചിറങ്ങി വന്നിട്ട് പറഞ്ഞു ഇവിടെ വേറെ ആരുടെ ബർത്ത്ഡേ പാർട്ടി അടക്കുന്നുണ്ട് പറഞ്ഞു. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിക്കല്ലേ ഇനി പോണത്? റൂമിൽ പോകണില്ല, നമ്മൾ നേരെ ബീച്ചിൽ പോവാം. നേരെ ബീച്ചിൽ പോവാം. അല്ലെങ്കിൽ സൺസെറ്റ് കഴിയും റൂമിൽ പോയാൽ. ശരിയല്ലേ, സൺസെറ്റ് കഴിയും. 6:15 എന്നാ ഓടി പോവാ. നേരെ വണ്ടി അവിടെ ഇട്ടാ ഞാൻ നിങ്ങളെ റോഡ് അവിടെ ഇറക്കാം. എന്നിട്ട് നിങ്ങൾ നേരെ ബീച്ചിൽ പോയി. ഞാൻ വണ്ടി അവിടെ ഇട്ടിട്ട് വരാം. നമ്മളെ ദേവോ നമ്മള് താമസിക്കുന്ന ഹോട്ടലുണ്ടോ അത് ആ റൂമിലാണ് നമുക്ക് അങ്ങോട്ട് പോരാൻ ഫോട്ടോ ഡ്രസ് നനയില്ലേ? പക്ഷെ പോകും പാവേ നനയും പാവേ. चांद तारों से भी आगे ढूंढेंगे ऐसा जहां रे जहां पे कोई ना कमी हो. എന്തായി ബീച്ചിലിറങ്ങിയോ? ഞാൻ ബീച്ചിലിറങ്ങില്ല. എന്താ എനിക്ക് ബീച്ചിലിറങ്ങാൻ ഇഷ്ടമല്ല. ബീച്ചിലിറങ്ങാനായിട്ടൊക്കെ വരണം. ഇതിപ്പം ഞാൻ ഷൂ ഇട്ടുണ്ട്, നല്ല ഡ്രസ്സാണ്. പണ്ട് ഞാൻ ബീച്ച് കണ്ട് ഞാൻ ഉള്ളിലേക്ക് പോണ ആളേന്ന്. അത് എപ്പോഴാണ് നമ്മള് നനഞ്ഞൊട്ടി ഞാനൊരു സ്കിന്നി ജീൻസ് ഇട്ടിട്ട് അതും ആ ജീൻസേ എനിക്ക് കുത്തല.
പഠിക്കോ ജീവി? ഇതെന്നെ ക്ലോസ് मुस्कुराते मौसम सारे സൺസെറ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഇത് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് നടക്കുകയാണ്. കല്ലുമ്മക്കായല്ലേ? കല്ലുമ്മക്കായ ആണോ? ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ജസ്റ്റ് റോഡാണ് ക്രോസ് ചെയ്താൽ മതി. നോക്ക് കണ്ടോ, ആ കൂട്ടിട്ടുണ്ടോ ഓയില് നിൽക്കണ്. അത് നിങ്ങൾക്ക് അറിയാം, ബീച്ചിൽ പോയാൽ ആൾക്കാരുടെ അവസ്ഥ അറിയാലോ. അത് തന്നെ ഫ്രണ്ട്സ്. അപ്പം ഞാൻ ജസ്റ്റ് മുഖം കഴുകി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. സ്പെഷ്യൽ ഞാൻ നോക്കിയത് അത് എന്താ വാങ്ങുന്നത്. ഞാൻ ഇവിടുത്തെ പാരഗൺസ് ഐക്കോണിക് ബിരിയാണി. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. അവിടെയൊക്കെ ഞങ്ങളിപ്പോൾ വന്നപ്പോൾ അവിടെയും ബീച്ച് അല്ലേ ദേവോ? കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് നീങ്ങി ബീച്ച് പോകുന്നല്ലോ. मेरे मन में जाके अरमाने सुन के तेरी सदा हर आसमां को छू लेंगे उड़ने तेरा जरा चांद तारों से मेरे मन में जाके अरमाने हर आसमां को छू लेंगे उड़ने तेरा जरा. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ഡേ ഇവിടെ കഴിയുകയാണ്. ഞങ്ങൾക്ക് ഫുഡ് കഴിച്ച് നേരെ റൂമിൽ വന്ന് ഞാൻ ഫ്രഷ് ആയിട്ടില്ല കേട്ടോ. അപ്പം എന്താ വിഷയം എല്ലാവർക്കും താങ്ക് യു. കമൻറ്റ് ബോക്സിൽ ഫുൾ അതായിരിക്കും എന്നറിയാം, അതുകൊണ്ടാണ് നേരത്തെ താങ്ക് യു പറഞ്ഞത്. ഇന്നത്തെ ഡേ ഭയങ്കര ഹാപ്പി ഡേ ആയിരുന്നു ഗൈസ്. ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കേക്ക് കട്ടിങ് ആയിരുന്നു ഒന്നും നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അത് മാത്രമല്ല, ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഒരു കഫേന്ന് എനിക്ക് കേക്ക് മുറിക്കാൻ പറ്റി. ഞാൻ ആക്ച്വലി അത് ഞാൻ വീഡിയോയിലേ കണ്ടിട്ടുള്ളൂ. അപ്പം ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു എനിക്ക്. അപ്പം ഞാൻ ഹാപ്പിയാണ്. സോ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ബർത്ത്ഡേ ഒരു സെലിബ്രേഷൻ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ബർത്ത്ഡേ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്തണം. അപ്പം ഇനി പുതിയൊരു ഡേറ്റ് വീണ്ടും ഇതായിരിക്കും. അപ്പം അതിന് മുന്നേ പപ്പയ്ക്കും അമ്മയ്ക്കും എൻ്റെ വക താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാവർക്കും ബൈ ബൈ.